ലോക സിനിമ റിലീസായത് ഓണത്തേക്കാൾ വലിയ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളികൾ. ലോക എന്ന സിനിമ ചർച്ചയാകാത്ത മലയാളിയുടെ ഒരു പൊതു ഇടവും കാണില്ല. ലോക സിനിമയിൽ സൗബിൻ, അഹാന തുടങ്ങി മുഖം കാണിച്ച് ആരെന്നുപോലും പറയാതെ ചില നടീനടന്മാർ വന്നുപോയിട്ടുണ്ട്. മാത്രമല്ല, സിനിമയിൽ ചന്തു സലീം കുമാറിൻ്റെ ടീഷർട്ടിൽ ഇടയ്ക്ക് കാണിക്കുന്നത് പോലെ വാട്ട് ദ എഫ് ഈസ് ഗോയിങ് ഓൺ എന്ന ഒരു ചോദ്യം സിനിമയിൽ ആകെയുണ്ട്. മൂത്തോൻ്റെ വടി, ഇഷ്താറിൻ്റെ നിഗൂഢത, അങ്ങനെ പലതും. ഇതിലെ സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളൊക്കെ അന്യഗ്രഹ ജീവികളാണ് എന്ന രീതിയിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉണ്ട്. ആദ്യ സീനിൽ നീലിയെ ആക്രമിക്കാൻ വരുന്ന പെണ്ണിൻ്റെ ബോസ് ആരാണ്? മൂത്തോൻ ആരാണ്? അങ്ങനെ ദുരൂഹതകളെ ചർച്ചയാക്കാൻ ഒരുപാട് അവസരം ബാക്കി വെച്ചിട്ടാണ് ലോകയുടെ 1-ാം ചാപ്റ്റർ തീരുന്നത്. കേരളത്തിലെ കള്ളിയാങ്കാട്ട് നീലി പണ്ടെങ്ങോ ആരാധിച്ച കാളിയുടെ ക്ഷേത്രവും മരക്കുറ്റിയും കാടുവെട്ടി തെളിച്ചപ്പോൾ എങ്ങനെ ബാംഗ്ലൂരിൽ ചെന്നു? ചന്ദ്ര തന്നെയാണ് നീലി എങ്കിൽ ചന്ദ്ര എന്തിന് സ്വന്തം കഥയറിയുന്നതിനു വേണ്ടി മറ്റൊരാൾ എഴുതിയ പുസ്തകം വാങ്ങി വായിച്ചു നോക്കണം? ഇതിൻ്റെയൊക്കെ വ്യക്തമായ ഉത്തരം ഒരുപക്ഷെ അടുത്ത ചാപ്റ്ററുകളിൽ ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സിനിമയിലെ വില്ലൻ ആണ് എന്ന് നമ്മൾ ധരിച്ച കഥാപാത്രത്തെ പറ്റിയാണ്. അയാൾ സിനിമയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വില്ലത്തരം കാണിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അയാൾ ഈ സിനിമയുടെ വില്ലനാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം എത്തിച്ചേർന്നത്? വില്ലൻ അവയവക്കടത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾക്ക് തോന്നിയില്ലേ? പക്ഷേ അതിനെ സാധൂകരിക്കുന്ന ഏത് സീനാണ് സിനിമയിൽ ഉള്ളത്? ക്രിമിനലുകളിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന കോൾ ഗേളിൻ്റെ മുന്നിലാണ് ആദ്യമായി സിനിമയിൽ വില്ലൻ എത്തുന്നത്. വില്ലനെ കാണുമ്പോഴാകട്ടെ ക്രിമിനലുകൾ ഭയന്ന് ഓടുന്നു. ഇതേ ക്രിമിനലുകളിൽ ഒരാളാണ് ചന്ദ്രയുടെ സഹപ്രവർത്തകയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ച് ചന്ദ്രയുടെ ഇടി വാങ്ങുന്നത്. ഇടികൊണ്ട ക്രിമിനലിൻ്റെ കൂടെ കൂടി ചന്ദ്രയെ കാണാൻ പോകുന്നതിന് മുൻപ് വില്ലൻ എസ്.ഐ ക്രിമിനലിനോട് സംസാരിക്കുന്ന സീൻ അവർ തമ്മിൽ ചിരകാല പരിചയം ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിലാണ്. എന്നാൽ അവർ തമ്മിൽ യാതൊരു പരിചയവും ഇല്ല എന്നാണ് ആദ്യത്തെ സീൻ തന്നെ തെളിയിക്കുന്നത്. അതേ പോലീസുകാരനെ രാത്രിയിൽ കാണുമ്പോൾ ക്രിമിനലുകളുടെ മുഖത്ത് ഭയമാണ്, അല്ലാതെ അവരുടെ പ്ലാൻ പാളിപ്പോയി എന്ന ഒരു ഫീൽ അല്ല. ഓട്ടോയിൽ പോകുന്നവർ അവയവക്കടത്താണ് നടത്തുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതിന് കുറച്ച് ന്യൂസ് കട്ടിങ്ങുകളും TV ന്യൂസും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നും പ്രേക്ഷകർ അവർ നടത്തുന്നത് അവയവക്കടത്താണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ അവയവക്കടത്തിന് ഓട്ടോറിക്ഷ പോലെ ഓപ്പണായ വേഗതയും ഫ്ലെക്സിബിലിറ്റിയും കുറവായ ഒരു വാഹനം ഉപയോഗിക്കുന്നതായി ഇത്ര ബ്രില്യൻ്റായ ഒരു സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കാൻ ഒരു സാധ്യതയും ഇല്ല. വില്ലന് അവയവക്കടത്ത് ഗാങ്ങുമായി ബന്ധമുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് ഒരു സീനും സിനിമയിൽ ഇല്ല. തൻ്റെ മുന്നിൽ വരുന്ന മേലുദ്യോഗസ്ഥയ്ക്ക് വില്ലൻ സല്യൂട്ട് കൊടുക്കുന്നില്ല എന്നതും ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് സല്യൂട്ട് ചോദിച്ചു വാങ്ങിക്കുന്ന അവർ എല്ലായ്പ്പോഴും വില്ലനോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഒരിക്കൽ പരിക്കുപറ്റിയിരിക്കുന്ന പാവം വില്ലൻ്റെ കരണത്ത് അടിക്കുന്നുമുണ്ട്. അവരെ കാണുമ്പോഴൊക്കെ വില്ലൻ്റെ പെരുമാറ്റത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വില്ലനെ വേദനിപ്പിക്കുന്ന ഏതോ പാസ്റ്റ് ഉണ്ട് എന്ന ഒരു ഫീലും വരുന്നുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മുൻപിൽ റിവീൽ ആകാത്ത ഒരു ഭൂതകാലം അവർക്ക് ഇടയിൽ ഉണ്ടാകാം. ഒരു സീനിൽ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ തൊഴുത് ഒരു നിമിഷം ചിന്താമഗ്നനാകുന്ന വില്ലനെയും കാണിക്കുന്നു. സാത്വികയും ഈശ്വരഭക്തയുമായ അമ്മയെ കൊല്ലുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സീനും സിനിമയിൽ ഉണ്ട്. ഇതും ഇയാൾ വില്ലനാണ് എന്ന തോന്നൽ ഉണ്ടാക്കും. എന്നാൽ കൊല്ലുന്നതിന് മുൻപ് ഇനി മുതൽ ഞാൻ ദൈവത്തെ പോലെയാണ്, അപ്പോൾ നീ ദൈവത്തിൻ്റെ അമ്മയാണ്, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടാകണം എന്നും വില്ലൻ പറയുന്നു. ശേഷം കാണിക്കുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ ആണ്. ഇത് വില്ലൻ കൊന്നതാണോ അതോ തൻ്റെ രക്തത്തിലെ വൈറസിനെ പകർന്നതാണോ എന്ന് വ്യക്തമാക്കുന്ന ഒരു സീൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ സീനും ഇയാൾ വില്ലനാണ് എന്ന നിഗമനത്തിലെത്താൻ പര്യാപ്തമായ ഒന്ന് അല്ല. ഇയാൾ വില്ലനാണ് എന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു സീൻ തൻ്റെ മേലുദ്യോഗസ്ഥയെ കൊല്ലുന്നതാണ്. വളരെ മോശമായി പെരുമാറുന്ന അവരെ ഭൂതകാലത്തിലെ ഏതോ പകയുടെ ഭാഗമായി വില്ലൻ കൊന്നതാണെങ്കിൽ അതും വില്ലത്തരമല്ല. പിന്നെ അയാൾ വില്ലനാണ് എന്ന് തോന്നിപ്പിക്കുന്നത് ചന്ദ്രയോടുള്ള ഏറ്റുമുട്ടലുകളിൽ ആണ്. കയ്യിൽ ആസിഡ് വീണ ആളുടെ പരാതി കേട്ടാണ് വില്ലൻ ചന്ദ്രയെ ആദ്യമായി കാണുന്നത്. അവർ തമ്മിൽ പരസ്പരം പോരടിക്കുന്നതിന് രണ്ടു പേർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ട്.
നിന്റെ ബ്ലാക്ക് മാജിക് എൻ്റെ അടുത്ത് വേണ്ട എന്ന് വില്ലൻ ഒരു സീനിൽ ചന്ദ്രയോട് പറയുന്നു. പക്ഷേ ചന്ദ്രയുടേത് ബ്ലാക്ക് മാജിക് അല്ല എന്ന് സിനിമയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. വില്ലൻ റോങ് ആണ് എന്ന് നസ്ലിൻ്റെ സണ്ണി എന്ന കഥാപാത്രം പറയുന്നുണ്ടെങ്കിലും വില്ലൻ്റെ ഒരു റോങ്ങും സിനിമയിൽ കാണാനേ ഇല്ല. ചിലത് പ്രേക്ഷകൻ്റെ മനസ്സിൽ ആദ്യം സ്ഥാപിച്ചെടുത്ത് പിന്നെ അതങ്ങനെ ആയിരുന്നില്ല എന്ന് സമർത്ഥിക്കുന്നത് സിനിമകളിൽ സ്ക്രിപ്റ്റിന് വലിയ ഗുണം ചെയ്യും. ഒരുപക്ഷേ ഇതും അങ്ങനെ ഒരു ശ്രമമാകാം.